ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ കേൾക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1. ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഹെൻറി കാവൻഡിഷ്. അപ്പോൾ ഹൈഡ്രജൻ, ഹെൻറി, അങ്ങനെ നമുക്ക് ആലോചിക്കാം. കണ്ടെത്തിയ വ്യക്തിയാണ് കേട്ടോ ഹെൻറി കാവൻഡിഷ്. അതേസമയം ഹൈഡ്രജന് പേര് നൽകിയ വ്യക്തി ആരാണ്? ലെവോയ്സെ ആണ്. അപ്പോൾ പേര് നൽകിയിട്ടുള്ള വ്യക്തി ലെവോയ്സയും കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഓർത്തോ പാര. കണ്ടുപിടിച്ചത് ഹേസൻബർഗ് ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നമുക്കറിയാം ജലം എന്ന് പറയുമ്പോൾ അതിനകത്ത് H2O അല്ലേ, അപ്പം അതിനകത്ത് ഹൈഡ്രജൻ ഇല്ലേ, അപ്പം അതായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും ഹൈഡ്രജൻ ആണ്. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാ? ഹൈഡ്രജൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പീരിയോഡിക് ടേബിളിനകത്ത് ഹൈഡ്രജൻ ഒരു സ്പെഷ്യൽ പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ലഘുവായ ആറ്റം ഏതാ? ഹൈഡ്രജൻ ആണ്. അതേസമയം ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയം. തിരിഞ്ഞു പോരുത് കേട്ടോ. ഏറ്റവും ലഘുവായിട്ടുള്ള ആറ്റം ഹൈഡ്രജൻ ആണ്, പക്ഷേ ഏറ്റവും ചെറിയ ആറ്റം ഏതാണ്? ഹീലിയം. ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഏതാ? ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? അതും ഹൈഡ്രജൻ. അടുത്ത് നോക്കാം. ലോഹത്തിൻ്റെ ഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹം ഏതാണ്? ഹൈഡ്രജൻ. നേരത്തെ പറഞ്ഞു മെറ്റാലിക് പ്രോപ്പർട്ടീസ് കാണിക്കും, പക്ഷേ അത് നോൺ മെറ്റൽ ആണ് കേട്ടോ ഹൈഡ്രജൻ. ആസിഡും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവം കാണിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. സൂര്യനിൽ നടക്കുന്ന തെർമോന്യൂക്ലിയർ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നു. അതായത് നമ്മുടെ സൂര്യനിൽ ഹൈഡ്രജൻ ആറ്റം എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഹീലിയം ആറ്റമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തെർമോന്യൂക്ലിയർ റിയാക്ഷൻസ്, അതായത് ടെമ്പറേച്ചർ, ഭയങ്കരമായിട്ട് ടെമ്പറേച്ചറുള്ള സമയത്ത് ഈ ഹൈഡ്രജൻ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹീലിയമായിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കാം. ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ടെല്ലർ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ വാറും അല്ലെങ്കിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തല്ലേ നമ്മൾ സാധാരണ ബോംബ് ഇടുന്നത്. അപ്പോൾ അതുമായിട്ടൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാമല്ലോ. അതായത് എഡ്വാർഡിനകത്ത് വാറുണ്ട് കേട്ടോ. അപ്പോൾ എഡ്വാർഡ് ടെല്ലറാണ് ഹൈഡ്രജൻ ബോംബ് കണ്ടെത്തിയത്. ഇനി ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ എന്താ? എന്ത് റിയാക്ഷനാണ് നടക്കുന്നത്? ഹൈഡ്രജൻ ബോംബിൽ ഫ്യൂഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അതേസമയം ആറ്റം ബോംബിൽ നടക്കുന്നത് ഫിഷൻ റിയാക്ഷനാണ്. ഫ്യൂഷൻ റിയാക്ഷൻ്റെ മലയാളം അണു സംയോജനമാണ്. ഫിഷൻ്റെ അണു വിഘടനമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ന്യൂക്ലിയായി കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇതാണ് ഫ്യൂഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. അതേപോലെ തന്നെ വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നത് ഫ്യൂഷൻ റിയാക്ഷനും ആറ്റം ബോംബിൽ നടക്കുന്നത് ഫിഷൻ റിയാക്ഷനുമാണ്. അത് ഓർത്ത് വയ്ക്കുക. പിന്നെയുള്ളത് ഈ ഫ്യൂഷൻ റിയാക്ഷനാണ് കൂടുതൽ എനർജിയുടെ ആവശ്യം. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഇപ്പോൾ രണ്ടാൾക്കാർ, ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ രണ്ടാൾക്കാർ തല്ലു പിടിച്ചിരിക്കുകയെന്ന് വിചാരിച്ചോ, അവരെ കൂടി യോജിപ്പിക്കാനാണ് നമുക്ക് കൂടുതൽ എനർജിയുടെ ആവശ്യം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഫ്യൂഷൻ റിയാക്ഷനിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ ബോംബ്. ആറ്റം ബോംബ് ഫിഷൻ റിയാക്ഷനാണ്. അടുത്ത് നോക്കാം. യുറാനസിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. പിന്നെ സ്വയം കത്തുന്ന വാതകം, ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം, സാന്ദ്രത കുറഞ്ഞ മൂലകം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ മൂലകം അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം എന്നൊക്കെ പറയുന്നത് ഹൈഡ്രജൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹൈഡ്രജൻ ബലൂണൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കിട്ടും. അടുത്ത് നോക്കാം. സ്ഫോടന സ്വഭാവം കൂടുതലുള്ളത് കൊണ്ടാണ് ഹൈഡ്രജനെ നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം ഹൈഡ്രജന് ഭയങ്കര സ്ഫോടന സ്വഭാവമാണ് ഉള്ളത്. ഇനി വനസ്പതി നെയ്യുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതായത് വനസ്പതിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈഡ്രജൻ വെജിറ്റബിൾ ഓയിലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വനസ്പതി നെയ്യ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അടുത്ത് നോക്കാം. ആണവ നിലയങ്ങളുടെ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്. D2O ആണ് കേട്ടോ. ആണവ നിലയങ്ങളുടെ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ്. എന്താണ് മോഡറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ നടക്കുന്നത് കുറേ റിയാക്ഷൻസ് നടക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഉണ്ടാകുന്ന ഈ ന്യൂട്രോൺസിൻ്റെ ഒക്കെ സ്പീഡ് ഒന്ന് മോഡറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മോഡറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആണവ നിലയങ്ങളുടെ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്.
അടുത്ത് നോക്കാം, ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഏറ്റവും കുറവ് ഐസോടോപ്പുകളുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്. അതേസമയം ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം ഏതാ? ടിന്നാണ് കേട്ടോ. ടിന്നിന് 10 ഐസോടോപ്പുകളുണ്ട്. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടേറിയം, ട്രിഷ്യം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടേറിയം, ട്രിഷ്യം. PDT എന്ന് ആലോചിച്ചാൽ മതി. എന്താണ് PDT? നമ്മൾ DDT എന്നൊക്കെ പറയില്ല പോലെ PDT. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയം. ഓക്കെ. പിന്നെ സാധാരണ ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? പ്രോട്ടിയം തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയമാണ്. ഘന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്നതും ഡ്യൂട്ടീരിയമാണ്. 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ്. പിന്നെ ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആൻസർ ട്രിഷ്യമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? PDT, പ്രോട്ടിയം, D എന്താ? ഡ്യൂട്ടേറിയം, T എന്ന് പറഞ്ഞാൽ ട്രിഷ്യമാണ്. പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഒന്നും ഇല്ല. പിന്നെ ഡ്യൂട്ടേറിയത്തിന് 1 ന്യൂട്രോൺ, ട്രിഷ്യത്തിന് 2 ന്യൂട്രോൺ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഹൈഡ്രജന് ഒരൊറ്റ ഇലക്ട്രോൺ ആണ് ഉള്ളത്. അടുത്ത് നോക്കാം, റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഏതാണ്? ദ്രവ ഹൈഡ്രജൻ ആണ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ബൾബിൻ്റെ നിറം എന്താ? നീല നിറമാണ് കേട്ടോ ഹൈഡ്രജൻ ബൾബിൻ്റെ നിറം. ഡൈ ഹൈഡ്രജൻ മോണോക്സൈഡ് എന്നറിയപ്പെടുന്നത് ജലമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈ ഹൈഡ്രജൻ, അപ്പോൾ തന്നെ H2 ആയില്ലേ. ഡൈ ഹൈഡ്രജൻ മോണോക്സൈഡ് എന്നറിയപ്പെടുന്നത് ജലമാണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പരത്തുന്ന വാതകം ഏതാ? ഹൈഡ്രജൻ സൾഫൈഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പരത്തുന്ന വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ബോഷ് പ്രക്രിയയാണ് ഹൈഡ്രജൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. ആസിഡുകളും ലോഹങ്ങളും കൂടി സംയോജിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാ? ഹൈഡ്രജനാണ്. അതായത് മെറ്റലിൻ്റെ ഒപ്പം ആസിഡ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്ത് നോക്കാം, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ മിശ്രിതം കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? വാട്ടർ ഗ്യാസ് ആണ് കേട്ടോ. അതായത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നത്? വാട്ടർ ഗ്യാസ് ആണ്. ഇനി കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒരാളും കൂടെ എക്സ്ട്രാ വന്നു. ആരാണ്? നൈട്രജനും. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവുന്നത്? പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നൈട്രജനും. പ്രൊഡ്യൂസർ ഗ്യാസ്. ഇനി കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീത്തേനും കൂടെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കോൾ ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും എല്ലാത്തിലും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മീത്തേനും കൂടെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കോൾ ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് മീത്തേൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ മണ്ണിനടിയിൽ നിന്ന് വരുന്ന ഒരു ഗ്യാസ് അല്ലേ മീത്തേൻ. അപ്പോൾ അതുപോലെ തന്നെ കോള്, പെട്രോളിയം അതൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീത്തേനും കൂടി സംയോജിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണ്? കോൾ ഗ്യാസ് ആണ്. അടുത്ത് നോക്കാം, തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തം ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2. ബ്ലീച്ചിങ് ഏജൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെയാണ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് 2 പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ളത് ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നതും ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഇനി നമുക്ക് ഓക്സിജൻ പഠിക്കാം കേട്ടോ. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. പീരിയോഡിക് ടേബിളിലെ 16ാമത്തെ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആരാണ്? ഓക്സിജൻ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാ? ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, നമ്മുടെ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഓക്സിജൻ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ എന്ന് ആലോചിക്കാം. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ കണ്ടെത്തിയ വ്യക്തി ആരാ? ജോസഫ് പ്രീസ്ലി. ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. അതേസമയം ഓക്സിജന് പേര് നൽകിയ വ്യക്തി ആരാണ്? ലവോയ്സെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹൈഡ്രജനും ഓക്സിജനൊക്കെ പേര് നൽകിയത് ലവോയ്സെ ആണ്. ഓക്സിജൻ കണ്ടെത്തിയത് ഒരു പ്രീസ്റ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ജോസഫ് പ്രീസ്ലി കിട്ടും. അടുത്ത് നോക്കാം, നിറമില്ല, മണമില്ല, രുചിയില്ലാത്ത വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമുള്ള ഓക്സിജൻ്റെ നിറം ഏതാണ്? ഇളം നീല നിറം. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലുമാണ് ഇളം നീല നിറം. അതേസമയം വാതകാവസ്ഥയിൽ നിറമില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണെന്ന്. ഏതാണ് ആൻസർ? ഓക്സിജൻ ആണ്. കാരണം മെയിനായിട്ട് നമ്മൾ ഈ ലെസൈൻസ് ടെസ്റ്റിലൂടെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് നൈട്രജനും സൾഫറും ഹാലജൻസും ആണ്. അപ്പോൾ അതല്ലാത്തത് കൊണ്ട് നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ഓക്സിജൻ ആണ്. അടുത്ത് നോക്കാം, മുങ്ങൽ വിദഗ്ധർ അക്വാ ലെൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ഹീലിയവും ഓക്സിജനും.
ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ ശതമാനം എത്ര? 89% കേട്ടോ. 89% ആണ് ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ ശതമാനം. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാ? ഓക്സിജനാണ്. ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉള്ള പ്രതിഭാസം ഏതാണ്? ജ്വലനം. അടുത്ത് നോക്കാം, ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും? ആൻസർ 4 ആണ്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് എത്ര? 21%. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ കിട്ടുന്ന വാതകം ഏതാ? ഓക്സിജൻ. ഓർത്ത് വയ്ക്കുക, ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. അടുത്ത് നോക്കാം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഏതാ? ഓക്സിജൻ. ആദ്യത്തെ വാതകം ഏതാണ്? നൈട്രജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാ? ഓക്സിജൻ. എല്ലാവർക്കും അറിയായിരിക്കും, പ്രീവിയസ് ഇയർസ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാ? തുളസിയാണ് കേട്ടോ. ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസിയാണ്. ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരം ഏതാ? ആൽമരം. അതുകൊണ്ടാണ് ഈ ആൽമരത്തിൻ്റെ കടിയിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഓക്സിജൻ ഏറ്റവും കൂടുതൽ പുറത്തുവിടുന്ന മരം ഏതാണ്? ആൽമരം. ഓസോൺ പുറത്തുവിടുന്ന സസ്യം ഏതാണ്? തുളസി. അടുത്ത് നോക്കാം, ഓക്സിജൻ്റെ പ്രധാനപ്പെട്ട അലോട്രോപ്പ് ഏതാണ്? ഓസോൺ ആണ് കേട്ടോ. O3 ആണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരാണ് ഷോൺ ബീൻ ആണ്. ഓസോൺ എന്ന വാക്കിൻ്റെ അർത്ഥം മണമുള്ളത്. അടുത്ത് നോക്കാം, ജലത്തിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുപോലെ തന്നെ ഓസോൺ ദിനം എന്ന സെപ്റ്റംബർ 16 ആണ്. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓസോൺ കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ കാണുന്നത് സ്ട്രാറ്റോസ്ഫിയർ. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അമിതമായി ഭൂമിയിൽ എത്താതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഓസോൺ ആണ്. ഓസോൺ ആണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. UV റേസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരാണ്? ഓസോൺ ആണ്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ കാരണമാണ്. CFCയുടെ ഫുൾ ഫോമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇനി ഓസോൺ പാളി കണ്ടുപിടിച്ച ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസോൺ ആണ് കേട്ടോ. ഓസോൺ പാളി തിരിഞ്ഞു പോകരുത്. ഓസോൺ കണ്ടുപിടിച്ചത് ഷോൺ ബീനും. ഓസോൺ പാളി എന്ന് പറയുമ്പോൾ കുറച്ചധികം പാളികൾ ഉണ്ടാവില്ലേ, അങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ 2 പേരാണ് കണ്ടുപിടിച്ചത്. ഓസോൺ പാളി കണ്ടുപിടിച്ചത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ആണ്. ഇനി ക്ലോറോ ഫ്ലൂറോ കാർബണിൽ ഏത് ഘടകമാണ് ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുമ്പോൾ CFC അല്ലേ, അപ്പോൾ ക്ലോറിൻ ആണ് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. കാരണം കുറേയൊക്കെ നമുക്ക് ഈ നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ റിവിഷൻ മസ്റ്റ് ആണ്. പിന്നെ മാർക്ക് ചെയ്ത് പോവുക, കിട്ടാത്തതൊക്കെ മാർക്ക് ചെയ്ത് പോവുക. ഒരു ഹൈലൈറ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് പോവുക. പിന്നെ എക്സാമിൻ്റെ സമയത്ത് അത് മാത്രം ജസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പിന്നെ കാലത്തോ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റോ വല്ലതും ഇരുന്ന് എന്താ പറയുക, ടഫായിട്ടുള്ള പോർഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. മുഴുവനും നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്ന പോർഷൻസ് മാത്രം റിവൈസ് ചെയ്ത് പോവുക. ക്വസ്റ്റിനും ആൻസറും തമ്മിൽ ചെറിയൊരു കണക്ഷൻ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എല്ലാവരും നല്ല റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിരുന്നു പഠിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ.